ഓ എന്തൊക്കെയാ എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് ക്രോസ് ഉള്ള ബിൽഡിംഗ് ആണിത്. കംപ്ലീറ്റ് ക്രോസ് ആണ്. ഒന്ന് നോക്കിയാ അതിനൊന്നും കാണിച്ചതാ, ഫുള്ള് ക്രോസ് ആണ്. ഈ ക്രോസ് ഉള്ള ഒരു പണി കിട്ടാന്ന് പറഞ്ഞാൽ നമ്മക്ക് ഭൂലോക നഷ്ട. എന്താ നഷ്ടം? നമ്മളെ പലക മുഴുവൻ കട്ട് ചെയ്ത് തീരും. ഒന്ന്, രണ്ട്, നമ്മൾ ഉദ്ദേശിച്ച സ്പീഡ് നമുക്ക് കിട്ടില്ല. ഭയങ്കര പണിയാണ് ഇതിന് വരിക. ഒരു എക്സ്ട്രാ പണി വരും. ഒരു എക്സ്ട്രാ പണി നമ്മൾ നല്ലോണം തന്നെ വേണം ഇത്. പണി വേറെ ആരെങ്കിലും എടുക്കും വിചാരിച്ച് നമ്മൾ നഷ്ടത്തിൽ പണിയെടുത്തിട്ട് നമുക്ക് ഒരിക്കലും ഇത് നികത്താൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഞാൻ രക്ഷപ്പെട്ട ഒരു വിഷയമുണ്ട്. എന്താ ഇവിടെ രക്ഷപ്പെട്ടരോ? ഇവിടെ എനിക്ക് നല്ല ഫുള്ള് ഓപ്പൺ ഷീറ്റ് എന്റെ കയ്യിലുണ്ട്. ഇതാ ഈ 3 ഭാഗം ഓപ്പൺ ഉള്ള ഷീറ്റ് ഉണ്ടല്ലോ. ഈ 3 ഭാഗം ഓപ്പൺ ഉള്ള ഷീറ്റ് ഉണ്ടായതുകൊണ്ട് ഒരുപാട് പലകകൾ നമുക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് കട്ട് ചെയ്ത് തീർക്കണേ. ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ ഇതിന്റെ പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 3 ഭാഗം ഓപ്പൺ ആയിരിക്കണം. 3 ഭാഗം ഓപ്പൺ അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇതായിട്ടും കാര്യമില്ല, നമുക്ക് ഇത് ഇടാൻ കഴിയില്ല, ഇതിനെ സൂട്ടാക്കാൻ കഴിയില്ല. ഇത് 3 ഭാഗം ഓപ്പൺ ആയിട്ട് എന്താ അറിയോ, ഈ ഒരു ഏരിയ 1 മീറ്ററോളതാ ഇത് ഇങ്ങനെ വെച്ച് ഇവിടെ ഒരു ഒറ്റ പീസ് ഒരു പീസ് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ, ഇതിന്റെ അടിയിൽ ആക്കി വെച്ചു കൊടുത്താൽ ഈ ഒരു ഭാഗം കഴിഞ്ഞ് ഇങ്ങനെ ഈ ഏരിയ മൊത്തം കംപ്ലീറ്റ് ഈ ഏരിയ കണ്ടതാ, ഈ ഏരിയ ഒക്കെ ഫുള്ള് ഇട്ടത്. ഇവിടൊക്കെ നമ്മൾ പലക കട്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് കണ്ടമാനം പലക വേണം. എത്ര തേച്ചാലും തീരൂല. ലാസ്റ്റ് നമ്മൾ കണക്കാട് കൂട്ടുമ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടാവുള്ളൂ. പലക കട്ട് ചെയ്ത് ഇനി ഇത് അടുത്ത സ്ഥലത്ത് നമ്മൾ ഈ പലക ഉപയോഗിക്കാൻ കഴിയില്ല, വെറുതെ വേസ്റ്റ് ആയി പോവുള്ളൂ. അപ്പൊ ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഈ ഒരു സംഗതി നിങ്ങൾക്ക് എവിടെ കിട്ടുമെങ്കിലും ഈ സാധനം വാടക കിട്ടണ്ട, ഈ സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ്. ഇതാ ഒറ്റയടിക്ക് പണിയെടുത്ത് തരുന്നത്. ഇതാ ആ ഒരു ഭാഗം എടുത്ത് തരുന്നത്. ഈ ഏരിയ മൊത്തം നമ്മൾ അങ്ങനെ ചെയ്താ ഫുള്ള് കംപ്ലീറ്റ്. ഈ ക്രോസ് പണി കിട്ടിയാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണിത്. നമ്മൾ അവിടെ കടന്നിട്ട് വയക്കല്ലാണ്ട് യാതൊരു നിവൃത്തി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ പണി നമ്മൾ എടുക്കണ മുമ്പ് നമ്മൾ ചിന്തിക്കണം എന്താ സ്ഥിതി ഉള്ളത്. നമ്മൾ വെറുതെ ഒരു വർക്ക് ഉണ്ട്, ഒരു മണ്ടി പോയി വർക്കൗട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ എത്തിങ്ങാനാലേ പോകും. അതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം എന്താ സ്ഥിതി കാര്യങ്ങളെന്നൊക്കെ. അതിനനുസരിച്ച് നീങ്ങിയിട്ട് എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇപ്പൊ നല്ലൊരു സംഗതി എന്തായാലും നല്ലൊരു സുഖം. മറ്റേ ഷീറ്റൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ട്. ഏത് ചെറിയ ഷീറ്റുകൾ കിട്ടാണ്ട് 30-ന്റെ 40-ന്റെ ആ ഷീറ്റ് നമ്മുടെ കൊള്ളിക്കാൻ കഴിയില്ല. അതിന്റെ പ്രശ്നമാണ്. ഈ ഓപ്പൺ ഷീറ്റ് കിട്ടിയോ സുഖസുന്ദരമായിട്ട് പണി തീർക്കാം. ഒക്കെ പിടിച്ചോ. അതേമാതിരി തന്നെയാണ് ഇതാ നമ്മളിത് സ്പാൻ കയറ്റുന്ന സമയത്ത് കണ്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചെരിഞ്ഞ സ്പാൻ കയറ്റാന്ന് പറഞ്ഞത്. ഈ ചെരിഞ്ഞ ഒരുപാട് ക്രോസ് ഉള്ളത് കൊണ്ട് നമ്മൾ എല്ലായിടത്തും അളവ് എടുത്തിങ്ങാട്ട് സ്പാൻ കയറ്റാൻ നമുക്ക് സ്പാൻ കയറ്റാൻ കഴിയില്ല. ഓരോ സ്പാനും ഇട്ട് അതിന് ഷീറ്റ് നിരത്തിക്കൊണ്ട് പോവാണ്. മറ്റെന്തോ വെച്ചിട്ട് നമുക്ക് വലിയ റിസ്ക്കാണ്. പിന്നെ ഷീറ്റ് നിരത്തുന്ന സമയത്ത് സ്പാൻ്റെ നടുവിലേക്കാവില്ല, അത് പിന്നെ പൊളിക്കണം, വലിയ റിസ്ക്കാണ്. ഇതിപ്പോൾ ഓരോ സ്പാൻ വെച്ച് ആ സ്പാന് കറക്റ്റ് ഷീറ്റ് നിരത്തി പോകുമ്പോൾ പെട്ടെന്ന് പരിപാടികൾ കഴിയും. ഓരോ പണീൻ്റെ ആ റൂട്ടിൽ തന്നെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് സുഖങ്ങളാണ്. പണിക്ക് ഒരുപാട് സുഖം. നമ്മൾ പണീനോട് ചടക്കില്ല. ഓരോ പണീൻ്റെയും ഐഡിയകൾ മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ നീങ്ങണം. എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചെടുത്തിട്ട് കാര്യമില്ല. കണ്ടോ, ഇത് ഫുള്ള് സ്പാനൊക്കെ നിരത്തി. സ്പാൻ നമ്മൾ സാധാരണ പൊതുവെ അളവ് എടുത്തുകാണ്ട് അടിയിൽ നെറ്റ് ടൈറ്റാക്കിയാണല്ലോ കയറ്റൽ. ഇത് നമ്മൾ അങ്ങനെ അടിയിൽ നെറ്റ് ടൈറ്റാക്കി കയറ്റൽ നടക്കില്ല. ഏകദേശം അളവെടുത്തുകാണ്ട് നെറ്റ് ഫുൾ ടൈറ്റ് ആക്കിയില്ല, ഒരു മീഡിയം ലെവലാക്കിയുള്ളൂ. ഈ സ്പാനൊക്കെ ഒരു നെട്ടാണ് നമ്മൾ ഇട്ടത്. എല്ലാ സ്പാനും 4-10 വരുന്നുണ്ട്. ഈ അറ്റത്ത് റണ്ണർ വെച്ച് റണ്ണറിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തതാണ്. ഈ അറ്റത്ത് ബീമിൻ്റെ മുകളിലാണ് വെച്ചത്. പക്ഷെ ഇത് ഫുള്ള് ഒരൊറ്റ നെട്ട് നമ്മൾ ടൈറ്റാക്കിയത്. 2 നെട്ട് കുടുങ്ങിയില്ല. അതിന് അതിൻ്റെ അപ്പുറത്ത് ഓരോ ആപ്പ് കൂടി വെക്കാണ്ട്, ആപ്പ് വെച്ചില്ലെങ്കിൽ അതിന് ബാലൻസ് റെഡി ആവില്ല. അപ്പോൾ അതിനപ്പുറത്ത് ഓരോ പീസിനെ പല വെച്ച് കാട്ടി ഓരോ പീസ് റെഡിയാക്കും. ഇതിങ്ങനെ വെച്ച് 2 ജാക്കറ്റ് വെച്ചു ഇതിൻ്റെ സെൻറ്ററിൽ. എന്നാൽ ഒരു പ്രശ്നമില്ല, ഫുള്ള് മിയാമിയായിട്ട് ഉണ്ടായിക്കോളും. ഇതിങ്ങനെ ഒറ്റയടിക്ക് പെട്ടെന്ന് പണിയും കാര്യങ്ങളും തീരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തു, ഒരൊറ്റ നെട്ടിൻ്റെ മുകളിൽ കൊടുത്തത്. ഒരു പ്രശ്നമില്ല, എങ്ങോട്ടും പോയി. 2 അറ്റത്തും ആണിയും വെച്ചതിനോട് വിഷയമല്ല. കണ്ട ഫുള്ള് ഷീറ്റ് കണ്ട, ഒരുപാട് സാധനം കയറിപ്പോയിന് ഇവിടെ. കണ്ടമാനം പണികൾ വന്നു. ഇനി ഫുള്ള് ക്രോസ് ആയതുകൊണ്ടാണ് ഇത് കണ്ടമാനം പണി വരാനുള്ള സാധ്യത വന്നത്. കണ്ടോ, ഏതായാലും അൽഹംദുലില്ലാ ഈ ഭാഗമായിട്ട് കഴിഞ്ഞ്. ഈ ഭാഗം കണ്ട ഒരൊറ്റ റണ്ണർ വെച്ച് നടുവിൽ ഓരോ ജാക്കറ്റ് വെച്ച് കൊടുത്ത് അതോടുകൂടെ ആ ഭാഗമായിട്ട് കഴിഞ്ഞ് ക്ലിയറായി.